അങ്ങനെ കല്യാണവും റിസപ്ഷനും ഒക്കെ കഴിഞ്ഞ് ഒരു ഹാപ്പി ഡേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഹാപ്പിനെസ്സോട് കൂടി തന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങുവാണ്. ഫുൾ പാക്ക് ചെയ്ത് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങളൊരു ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഡൊമിനിച്ചേട്ടൻ്റെ വീട് അടുത്താണ്, അങ്ങോട്ട് പോവാം എന്നൊരു പ്ലാൻ വന്നത്. ഞങ്ങളെല്ലാം ഭയങ്കര ഹാപ്പിയായി. അപ്പം അങ്ങോട്ട് പോകാനുള്ള ത്രില്ലിൽ ഞങ്ങളെല്ലാം റെഡിയാക്കി കാറിലേക്ക് കയറുവാണ്. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ ഡൊമിനിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയിലേക്ക് നടക്കുവാണ്. പക്ഷെ എനിക്ക് അവിടെ എത്തി ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഡൊമിനിച്ചേട്ടൻ്റെ പാരൻസ് അത്ര ചില്ലാണ്. അങ്ങനെ സംസാരിച്ച് പറഞ്ഞ് ചിരിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഡൊമിനിച്ചേട്ടൻ്റെ റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ക്ഷീണമായി. ഞാൻ ഒരുപാട് നേരം അവിടെ കിടന്നു. അങ്ങനെ കുറേ സംസാരിച്ചും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ചക്രേട്ടനും ഗൗരിച്ചേട്ടനും ഞങ്ങളുടെ അടുത്ത് ഞങ്ങളെക്കാട്ടി ഫ്രണ്ടിൽ ബൈക്കിൽ പോകുന്ന കണ്ട് പിള്ളേർക്ക് തോന്നി അവരെക്കാട്ടി മുമ്പേ എത്തണമെന്ന്. അങ്ങനെ കാലം ആനന്ദേട്ടനോട് പറയേണ്ട താമസം ആനന്ദേട്ടൻ അതിലും സ്പീഡായിട്ട് അവരെക്കാട്ടി മുന്നേ എത്തി നമ്മൾ വിജയിച്ചു. അങ്ങനെ ഇന്നത്തെ മാരേജ് ഫംഗ്ഷനും റിസപ്ഷനും ഒക്കെ കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ബൈ.